വീട്ടിലാണല്ലോ കക്ഷി. മുത്തശ്ശിയാതെ രണ്ടുപേരും കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില്ല. സുകുമാരന്റെ അനിയന് ചായ ഉണ്ടാക്കാൻ ആരതിയെന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലല്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട, എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടികൾ മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. ഈ നാട്ടിൽ നിന്ന് തന്നെ പോണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തന്നെ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കൺമുമ്പിൽ ഒഴിഞ്ഞു മാറില്ല. വയ്യ. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല, തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോകില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീ ഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചിയും ചെറിയച്ചയും പാവങ്ങളാ.
അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനു വേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല, സങ്കടം പങ്കുവെക്കാനാ ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവിടുന്ന്. പൈസ മുത്തശ്ശിനും കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ? അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ പത്രത്തിലൊരു വാർത്ത, ഒരു മാഷ്ട മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങി ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുത് ഇനി. മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും. തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം. നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേഞ്ഞു. ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും അങ്ങോട്ടി? ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക്. അവിടെ ഒരു ചെക്കനുണ്ട്, നോക്ക പോയി. ചെന്നപ്പോ ചെക്കന്റെ കുട്ടിയുടെ ചോറ് ഊണ്, പിന്നെ സദ്യ കൊണ്ട് പോന്നു. ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡേരി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റമില്ല. താൻ കാര്യം പറയരാമൂട്ടി. ആ പറയാ ഏടത്തിയേ, ഇത്തിരി തണുത്ത വെള്ളം വേണേ. കൊന്ന് തണുക്കട്ടെ. നാട്ടുകാരിപ്പൊ എന്റെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേൾക്കണോ നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ? ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ. ഔ, ആശ്വാസമായി. ഇനി കടുപ്പത്തിൽ ഒരു ചായ. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ? തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം. എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. താൻ പറഞ്ഞിട്ട് വരാമൂട്ടി. ആ ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട്. അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം, എന്നിട്ട് സദ്യ ഉണ്ട് ഇങ്ങോട്ട് പോന്നു അല്ലേ? അല്ല, അതല്ല. പിന്നെ അമ്മയില്ല, അച്ഛൻ ഇല്ല, പിന്നെ ആകുള്ളത് കുറെ പെങ്ങന്മാര്, അവരും ഇല്ല. ഈ തന്തയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ? അയ്യോ, ഉണ്ടായിരുന്നു, മരിച്ചുപോയതല്ലേ. ഓ, നല്ല ജോലിയുണ്ട് സൊസൈറ്റിയില്ല. മിണ്ടാപ്രാണിയാണ്, ഉപദ്രവിക്കണവരെന്ന് അവരുടെ രാമൻകുട്ടി. പച്ചപ്പാവം. പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ? മുഴുവൻ അങ്ങോട്ട് വിസ്തരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണക്കാര്യത്തിന് കുത്തിയിട്ടതും മുളച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് വന്ന് കുട്ടിയെ കാണുകയൊക്കെ വേണ്ടേ? പിന്നെ നാളെങ്കിൽ നാളെ അവര് റെഡി.